കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇഗ്നോ ഫോക്കസ് 3.0യിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് MA സോഷ്യോളജിയുടെ കോർ പേപ്പർ ആയിട്ടുള്ള MSO 003യുടെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. ഞാൻ സരിത, അക്കാദമിക് മെന്റർ സോഷ്യോളജി. 2024 ഡിസംബറിൽ എക്സാമിലേക്ക് തയ്യാറെടുക്കുന്ന MA സോഷ്യോളജി സ്റ്റുഡൻസ് ലേണേഴ്സ് MSO 003 എന്ന സബ്ജക്ട്, സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് എന്ന സബ്ജക്റ്റിന് ഏതൊക്കെ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്തുകൊണ്ട് വേണം പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ, ഏതൊക്കെ മേഖലകൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചാലാണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മികച്ച മാർക്കുകൾ സ്കോർ ചെയ്യാൻ സാധിക്കുക മുതലായ കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും MSO 003 സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് കൂടുതലായിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിന്റെ അകത്ത്, എസ്പെഷ്യലി ഡെവലപ്മെന്റ് പെർസ്പെക്റ്റീവിന്റെ അകത്താണ് നമ്മളുടെ ഒരു സിലബസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു ഇഗ്നോ ഫോക്കസ് 3.0 നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് നമ്മളുടെ PYQന്റെ അടിസ്ഥാനത്തിലാണ്. ഇതുവരെ നടന്നിട്ടുള്ള എക്സാമുകളുടെ, യൂണിവേഴ്സിറ്റി ടേം ആൻഡ് എക്സാമുകളുടെ PYQസിനെ ഇൻഡെപ്ത് ആയിട്ട് അനാലിസിസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഇഗ്നോ ഫോക്കസ് 3.0 നമ്മൾ സെഷൻ നടത്തുന്നത്. ഇതിൽ പ്രധാനമായിട്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ബ്ലോക്കുകളെ അല്ലെങ്കിൽ ഏതൊക്കെ യൂണിറ്റുകൾ, ഏതൊക്കെ ടോപ്പിക്കുകളെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചാലാണ് സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമുക്ക് കൂടുതൽ മാർക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ നേടാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് എന്നതിന്റെ ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ഒരു ഇൻഡെപ്ത് അനാലിസിസ് ആണ് നമ്മൾ ഇഗ്നോ ഫോക്കസ് 3.0യിലൂടെ നമ്മൾ നടത്തുന്നത്. നമ്മൾ പ്രധാനമായിട്ടും നമ്മളുടെ ഒരു സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സിലബസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ PYQനെയും ഇൻഡെപ്ത് ആയിട്ടുള്ള രീതിയിൽ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ടോപ്പിക്കുകളെയും ഓരോ യൂണിറ്റുകളെയും കൃത്യമായ രീതിയിൽ ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാലാണ് നിങ്ങൾക്ക് ഓരോ യൂണിറ്റുകൾ അല്ലെങ്കിൽ ബ്ലോക്കുകളെയും കൃത്യമായിട്ട് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അതിനകത്ത് വരുന്ന ഓരോ ടോപ്പിക്കുകൾക്കും എത്ര മാർക്കുകൾ അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളുടെ പ്രധാനമായിട്ട് നമ്മളുടെ ഒരു സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സിലബസിന്റെ ഒരു ഫോക്കസ് നമ്മൾ ഇതിനകത്ത് പറയുവാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. അതിനൊരു ഡെവലപ്മെന്റ് മോഡൽ നിന്നുകൊണ്ട് പഠിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത. ദെൻ നമ്മൾ ഒരു സിലബസ് മാപ്പിംഗ് പറഞ്ഞു, അതായത് ഓരോ ബ്ലോക്കിനെയും യൂണിറ്റുകളെയും ടോപ്പിക്കുകളെയും എല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് PYQസിന്റെ ബേസിൽ നിന്നുകൊണ്ട് ഇവയെ നമ്മൾ ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക്സ് ഈ രീതിയിലാണ് നമ്മൾ ഇതിന്റെ എക്സാം റെലവൻസുകളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരുന്നത്. ദെൻ നമ്മൾ ഇതിനകത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നേച്ചർ എങ്ങനെയായിരിക്കും, ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ നിലവിലുള്ള ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ ഒരു നേച്ചർ എന്താണ്, ഒരു രീതി എന്തൊക്കെയാണ്, അതിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ഏതൊക്കെ ടൈപ്സിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമുക്ക് മുന്നിൽ ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള കൂടുതൽ ഹൈലി റെലവന്റ് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത്തവണ പ്രതീക്ഷിക്കാം മുതലായ കാര്യങ്ങൾ നമ്മളൊരു പ്രഡിക്ഷൻ അനാലിസിസ് കൂടെ നമ്മൾ ഇതിനകത്ത് നടത്തുന്നുണ്ട്. കൂടാതെ തന്നെ 2024 ഡിസംബറിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ കൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഓരോ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നായിരിക്കാം ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാനുള്ള സാധ്യത അത് എന്ന രീതിയിൽ ഓരോന്നിന്റെയും ടോപ്പിക് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇവാലുവേഷൻ
എവാലുവേഷൻ ക്രൈറ്റീരിയസ് ഏതൊക്കെയായിരിക്കും എന്നുള്ളത് കൂടെ നമ്മൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് തരുന്നതാണ്. ദെൻ നമ്മളുടെ ഒരു MSO 003 സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പല പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഡെവലപ്മെന്റിന് നോക്കി കാണുന്ന ഒരു രീതിയാണ് നമ്മളുടെ കോഴ്സിനുള്ളത്. സ്വാഭാവികമായിട്ടും തന്നെ ഈ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവിനെ ഒരു വിഷയത്തെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് പഠിക്കുന്നുണ്ട്, ക്രിട്ടിക്കൽ പാരാഡിയംസ് പറയുന്നത്, ക്രിട്ടിക്സ് പഠിക്കുന്നുണ്ട്, ദെൻ കേസ് സ്റ്റഡീസ് പഠിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഗ്ലോബലി ലോക്കൽ കോണ്ടെക്സ്റ്റുകളിൽ നിന്ന് ഒരു ലേണർക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് നമ്മളുടെ ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ മേഖലകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചാലാണ് ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് കൂടുതൽ മാർക്ക് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതാണ് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ് എന്നൊരു സെഷനിലൂടെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ ബ്ലോക്ക് വൈസ് ഓരോ യൂണിറ്റുകൾക്കും കൊടുക്കേണ്ട ഫോക്കസിങ് ഏരിയാസ് ആണ്, എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ ഇതിനകത്ത് ഓരോന്നിലും എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡയമെൻഷൻസ് എന്നുള്ള ഭാഗമാണ്. 7 തവണ ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ട ഭാഗമാണ്, ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ദെൻ കോപ്റ്റെ, മോർഗൻ, മാക്സ് ആൻഡ് വെസ്പെൻസർ എന്നിവരുടെ പെർസ്പെക്റ്റീവ്സ് വരുന്നത് 4 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മീഡിയം റെലവൻസ് ആണ് നമുക്ക് ഈ ചോദ്യത്തിനകത്ത് ഈ ഒരു ഭാഗത്തിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ദെൻ ഡെവലപ്മെന്റ്, ഗ്രോത്ത്, ചേഞ്ച് ആൻഡ് മോഡേണൈസേഷൻ എന്ന ഭാഗം 8 തവണ ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ദെൻ യൂണിറ്റ് 2 നിന്ന് സോഷ്യൽ ചേഞ്ച് ആൻഡ് പെർസ്പെക്റ്റീവ് എന്നുള്ളത് 6 തവണ ചോദിച്ചിട്ടുണ്ട്, ഹൈലി റെലവെന്റ് ആയിട്ടുള്ള പാഠഭാഗമാണ്. ദെൻ ക്രിട്ടിക്സ് ഓഫ് മോഡേണൈസേഷൻ തിയറീസ് എന്ന് പറയുന്നത് 5 തവണ ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു മീഡിയം എഫേർട്ട് അല്ലെങ്കിൽ മീഡിയം റെലവെന്റ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്തിനുള്ളത്. ദെൻ യൂണിറ്റ് 3 ഇമ്പാക്ട് ഓൺ വിമൻ ആൻഡ് പോളിസീസ് എന്നുള്ള ഭാഗം 6 തവണ ചോദിച്ചിട്ടുണ്ട്, ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങളിൽ ഒന്നാണ്. ദെൻ യൂണിറ്റ് 4 ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ക്രിട്ടിക്സ് എന്നുള്ള പാഠഭാഗം 10 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ മോർ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട ഭാഗമാണ്, യൂണിറ്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളത്. ദെൻ ബ്ലോക്ക് 2 വരുന്ന സമയത്ത് യൂണിറ്റ് 5 ഗിഡൻസ് തിയറി ഓഫ് മോഡേണിറ്റി എന്ന് പറയുന്നത് 6 തവണ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ദെൻ യൂണിറ്റ് 6 നിന്ന് സ്ട്രീംസ് ഓഫ് ലിബറൽ തോട്ട് എന്ന് പറയുന്നത് 8 തവണയാണ് ഈ ചോദ്യം ഉണ്ടായിരിക്കുന്നത്. വളരെ വളരെ ഫോക്കസ് ചെയ്ത് കൊടുത്ത് പഠനം നടത്തേണ്ട ഒരു ഭാഗമാണ്, പഠിക്കേണ്ട ഭാഗമാണ്. ദെൻ യൂണിറ്റ് 7 മാക്സിയൻ ഐഡിയ ആൻഡ് വേൾഡ് സിസ്റ്റം അനാലിസിസ് എന്ന് പറയുന്ന ഭാഗം 7 തവണ ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈലി റെലവെന്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ്. ദെൻ യൂണിറ്റ് 8 ഗാന്ധിയൻ പെർസ്പെക്റ്റീവിൽ നിന്ന് ഖാദി, സ്വദേശി, റിയൽ പ്രോഗ്രസ് എന്ന് പറയുന്ന 5 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മീഡിയം ലെവലിൽ അല്ലെങ്കിൽ മീഡിയം റെലവൻസ് ഉള്ള പാഠഭാഗങ്ങളിൽ ഒന്നാണ്. ദെൻ ബ്ലോക്ക് 3 വരുന്ന സമയത്ത് യൂണിറ്റ് 9 ഡിപെൻഡൻസി തിയറി, സാലൈൻ ഫീച്ചേഴ്സ് ആൻഡ് ക്രിട്ടിക്സ് ഓഫ് ഡിപെൻഡൻസി തിയറി എന്ന് പറയുന്നത് 9 തവണ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്തുകൊണ്ട് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ് യൂണിറ്റ് 9 എന്ന് പറയുന്നത്. ദെൻ യൂണിറ്റ് 10 വരുന്ന സമയത്ത് ഹ്യൂമൻ ഡെവലപ്മെന്റിനകത്ത് ഗ്രോത്ത് മോഡൽസ്, ക്രിട്ടിക്കൽ ഇവല്യൂഷൻസ് എന്ന് പറയുന്നത് 6 തവണ ആവർത്തിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പാഠഭാഗമാണ്. ദെൻ യൂണിറ്റ് 11 ജെൻഡർ പെർസ്പെക്റ്റീവിനകത്ത് വിമൻ ഇൻ ഇന്ത്യൻ പ്ലാനിംഗ് എന്നുള്ളത് 5 തവണ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നു, നമുക്കൊരു മീഡിയം റെലവൻസ് കൊടുക്കേണ്ട ഭാഗം. ദെൻ ബ്ലോക്ക് 4 വരുന്ന സമയത്ത് യൂണിറ്റ് 12 മൈക്രോ പ്ലാനിംഗ്, സ്ട്രാറ്റജിക് ആൻഡ് ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നുള്ളത് 4 തവണയാണ് ചോദ്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരു മീഡിയം റെലവൻസ് ആണ് നമുക്ക് ഇതിന് കൊടുക്കാൻ കഴിയുക. ദെൻ യൂണിറ്റ് 13 ഇക്കോളജി ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ഭാഗത്ത് എൻവയോൺമെന്റൽ മൂവ്മെന്റ് എന്നുള്ള ടോപ്പിക് 8 തവണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള പാഠഭാഗമാണിത്. ദെൻ യൂണിറ്റ് 14 എത്തിനോട് ഡെവലപ്മെന്റ് എന്നുള്ള യൂണിറ്റിൽ നിന്ന് ഓൾട്ടർനേറ്റീവ് അപ്രോച്ചസ് എന്ന് പറയുന്നത് 3 തവണ ചോദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ലോ ചാൻസ് ആണ് അല്ലെങ്കിൽ ലോ റെലവൻസ് ആണ് ഈ ഒരു ഭാഗത്തിന് കൊടുക്കാനായിട്ട് സാധിക്കുക. ദെൻ ബ്ലോക്ക് 5 വരുന്ന സമയത്ത് യൂണിറ്റ് 16 ഇന്ത്യ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡെവലപ്മെന്റിനെ കുറിച്ച് 5 തവണ ചോദ്യം ഉണ്ടായിട്ടുണ്ട്, വളരെ ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ദെൻ യൂണിറ്റ് 18 വരുന്ന സമയത്ത് എക്കണോമിക് പോളിസീസ് ആൻഡ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് 3 തവണ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്, നമുക്ക് ഒഴിച്ചുകൂടാൻ സാധിക്കില്ല, എന്നാലും ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ദെൻ യൂണിറ്റ് 19 ബ്രസീൽ
സോഷ്യൽ ചേഞ്ചസ് എന്നുള്ളത് 6 തവണ ചോദിച്ചിരിക്കുന്നു. ഹൈലി റെലവെന്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗം. ദെൻ ബ്ലോക്ക് 6ലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് 20 ഗ്ലോബലൈസേഷൻ ഡയമെൻഷൻസ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ എന്ന് പറയുന്ന ഭാഗം ഫ്രീക്വന്റ്ലി 8 തവണയാണ് നമുക്ക് ഈ ചോദ്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. ദെൻ യൂണിറ്റ് 22 ട്രിപ്സ് ആൻഡ് ഗ്ലോബലൈസേഷൻ ഇമ്പാക്ട് ഓൺ തേർഡ് വേൾഡ് കൺട്രീസിനെ കുറിച്ചിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്നാണ്. 7 തവണയാണ് ഈ ഒരു ഭാഗം ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ തന്നിരിക്കുന്നത് ഈ ഒരു വിഷ്വൽ പ്രസന്റേഷൻ നമുക്ക് തന്നിരിക്കുന്നത് ഓരോ ബ്ലോക്കുകളുടെയും ഓരോ ബ്ലോക്കുകളും ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ട് ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന ബ്ലോക്കുകളുടെ ഒരു വിഷ്വൽ പ്രസന്റേഷൻ ആണ് നമ്മൾ ഇതിനകത്ത് തന്നിരിക്കുന്നത്. ഇതിനകത്ത് നെക്സ്റ്റ് നമ്മൾ പൈ ചാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഹൈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, മീഡിയം ഇമ്പോർട്ടൻസ്, ലോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്കുകൾ, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതൽ ടോപ്പിക്കുകളാണ് ചോദിച്ചിരിക്കുന്നുള്ളത് എന്നതിന്റെ, അല്ലെങ്കിൽ എത്ര ശതമാനത്തോളം വന്നിരിക്കുന്നു എന്ന ഭാഗങ്ങളുടെ ഒരു വിഷ്വൽ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ്, പെർസെന്റേജിലുള്ള ഒരു പ്രസന്റേഷൻ ആണ് നമ്മൾ ഈ പൈ ചാർട്ടിലൂടെ നൽകിയിരിക്കുന്നത്. ദെൻ നമ്മൾ സ്റ്റഡി ഫോക്കസ് പ്രയോറിറ്റൈസേഷൻ ഏരിയാസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഹൈലി റെലവെന്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു ഫോക്കസിങ് ഏരിയാസ് ഏതൊക്കെയാണ്, ഹൈലി ഫോക്കസ് കൊടുക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഡിപെൻഡൻസി തിയറി, ദെൻ ലിബറൽ പെർസ്പെക്ടീവ്സ്. ഇതാണ് നമ്മൾ ഹൈലി ഫോക്കസ് കൊടുക്കുന്ന വളരെയധികം പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഭാഗങ്ങൾ. ദെൻ ഒരു വളരെ ലെസ് ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് എത്നോ ഡെവലപ്മെന്റ്, സിംബാബ്വേസ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് മുതലായ കാര്യങ്ങളാണ്. വളരെ കുറവ് എന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് കാണാനായിട്ട് സാധിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന്. ദെൻ നമ്മുടെ ഒരു പരീക്ഷയുടെ ചോദ്യ പേപ്പറിന്റെ ഒരു സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് ചോദ്യ പേപ്പറിന്റെ നേച്ചർ എന്ന് പറയുന്നത് പ്രധാനമായും നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് എസ്എ ക്വസ്റ്റ്യൻസ് ആണ്. എസ്എ ക്വസ്റ്റ്യൻസ് നമുക്കറിയാം കൂടുതലായിട്ടും എന്താണല്ലോ, നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് എന്ന രീതിയിലാണ് എസ്എ ക്വസ്റ്റ്യൻസ് എപ്പോഴും എഴുതേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ അതിനകത്ത് ഉണ്ടാവാറുണ്ട്. ദെൻ അനാലിസിസ് വരാറുണ്ട്. ദെൻ വിത്ത് എക്സാമ്പിൾസ് എന്ന രീതിയിലാണ് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് എസ്എ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്, ക്രിട്ടിക്കലി എക്സാമിൻ ദ കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളത്. ദെൻ നമുക്ക് മറ്റൊരു നേച്ചർ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മറ്റൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്രിട്ടിക്സ് ആണ്. ക്രിട്ടിക്സ് വരുന്ന സമയത്തും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും എന്താണ്, ഒരു അനാലിറ്റിക്കൽ റെസ്പോൺസസ് ആണ് കൊടുക്കുന്നത്. അനാലിറ്റിക്കൽ റെസ്പോൺസസ് ഇവാലുവേറ്റിംഗ് തിയറീസ് ഓഫ് പെർസ്പെക്ടീവ്സ്. അതായത് നമ്മളൊരു തിയറിയെയോ അല്ലെങ്കിൽ മറ്റൊരു പെർസ്പെക്ടീവിനെയോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ക്രിട്ടിക്സ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിയറികൾ കൂടുതലായിട്ട് മനസ്സിലാക്കി വെക്കുക. ദെൻ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. ഷോർട്ട് നോട്ട്സ് വരുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ട രീതി എന്ന് പറയുന്നത് സമ്മറീസ് ആണ് നമ്മളോട് എപ്പോഴും ചോദിക്കുന്നത്. നമ്മളെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ അല്ലെങ്കിൽ വിഷയങ്ങളുടെ കോണ്ടന്റുകളുടെ സമ്മറീസ് ആണ് നമ്മൾ എപ്പോഴും ഷോർട്ട് നോട്ട്സിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. ഉദാഹരണമായിട്ട് ഡിസ്കസ് ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഡിപെൻഡൻസി തിയറി എന്നുള്ള ഒരു ഷോർട്ട് നോട്ടിനുള്ള ഒരു ചോദ്യമാണ്. ദെൻ വരുന്ന മറ്റൊരു ചോദ്യമാണെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് ആൻഡ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. ഇത് കൂടുതൽ വരുന്നത് നമ്മൾക്ക് വളരെ ഹൈലി റെലവെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറന്റ് സീനറിയോനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള
ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് നമുക്ക് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് എന്നുള്ളത് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് എക്സാമ്പിൾസ് സഹിതം നമുക്ക് ഫോക്കസ് ചെയ്ത് ആൻസർ ചെയ്യാം. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന രീതിയാണ് കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ ഒരു സ്ട്രക്ചർ. കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് പലപ്പോഴും എന്താണ് ഒരു തിയറീസിനെയോ അല്ലെങ്കിൽ മോഡൽസിനെയോ അല്ലെങ്കിൽ പ്ലാനിങ്ങുകളെയോ ഡെവലപ്മെന്റ് പ്ലാനുകളെയോ എല്ലാം തന്നെ കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കൃത്യമായിട്ട് തിയറീസുകൾ തമ്മിൽ ഒരേ പെർസ്പെക്റ്റീവിനെ കുറിച്ചിട്ടുള്ള തിയറീസുകളുടെ സിമിലാരിറ്റീസും ഡിഫറൻസസും എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഡെവലപ്മെന്റ് പ്ലാനിങ്സ് പഠിക്കുന്ന സമയത്ത് ഈ രണ്ട് രാജ്യങ്ങളുടെ പ്ലാനിങ്സുകൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ സിമിലാരിറ്റീസ് എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. ദെൻ നമ്മൾ ഓരോ ബ്ലോക്കുകളെയും നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഫോക്കസ് ചെയ്യേണ്ട ട്രെൻഡ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ബ്ലോക്കിൽ നിന്നും കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ബ്ലോക്ക് 1-നകത്താണെങ്കിൽ കൂടുതലായിട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത് എസ്എ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ജെൻഡർ ഡയമെൻഷൻസ് മുതലായ കാര്യങ്ങളാണ് കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു വരുന്ന എസ്എ ക്വസ്റ്റ്യൻസ്. ദെൻ ബ്ലോക്ക് 3ലേക്ക് നിന്ന് വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും വരുന്നത് ക്രിട്ടിക്സ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് എന്ന രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഡിപെൻഡൻസി തിയറിയെയും ഹ്യൂമൻ ഡെവലപ്മെന്റിനെയും എല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ദെൻ ബ്ലോക്ക് 6ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ബ്ലോക്ക് 6-നകത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എസ്സേസ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നിന്ന് ഒരു കേസ് സ്റ്റഡീസിന്റെ ഭാഗത്ത് നിന്നാണ് നമുക്ക് ഈ ഒരു ചോദ്യങ്ങൾ കൂടുതലായിട്ട് ബ്ലോക്ക് 6-നകത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. ഇനി നമ്മളൊരു മീഡിയം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട ഭാഗം അല്ലെങ്കിൽ മീഡിയം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങളിൽ നിന്നുണ്ടാവുന്ന ചോദ്യങ്ങൾ എത്തരത്തിലുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് 2-നകത്ത് പെർസ്പെക്റ്റീവ്സ് ഓൺ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്സിനാണ് നമുക്ക് കൂടുതൽ സാധ്യതയുള്ള പാഠഭാഗമാണ് അല്ലെങ്കിൽ ബ്ലോക്കാണ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. ദെൻ ഒരു കമ്പാരിറ്റീവ് എക്സ്പീരിയൻസ് ബ്ലോക്ക് 5-ൽ നിന്ന് വരുന്നത് ഒരു കമ്പാരിറ്റീവ് എക്സ്പീരിയൻസിന്റെ രീതിക്കുള്ള ചോദ്യങ്ങളാണ് ബ്ലോക്ക് 5-നകത്ത് നിന്ന് വരാനുള്ള സാധ്യത. അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഒരു 50-50 അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് വരുന്ന മറ്റൊരു ട്രെൻഡ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്ന മറ്റൊരു ട്രെൻഡ് എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റീസെന്റ് ആയിട്ടുള്ള എക്സാമ്പിളെല്ലാം അത്തരത്തിലുള്ള ഒരു ട്രെൻഡ് നമുക്ക് കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്ലോബലൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ദെൻ ട്രിപ്സ് എന്ന് പറയുന്നത് ട്രിപ്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി മുതലായ ടോപ്പിക്കുകളെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഇനി നമ്മുടെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞു ഏതൊക്കെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത. ഇനി ഈ ഓരോ ക്വസ്റ്റ്യൻസും എത്ര മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ അകത്തു നിന്നാണ് വരാനുള്ള സാധ്യത എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. എസ്എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 50% നമുക്കൊരു മാർക്ക് അലോക്കേഷൻ വരുന്നത് എസ്എ ക്വസ്റ്റ്യൻസിനാണ്. അതായത് 5 ചോദ്യങ്ങളാണ് നമ്മൾ എസ്എ ക്വസ്റ്റ്യൻ ഉണ്ടാവുക, 20 മാർക്കിന്റെ. ദെൻ ക്രിട്ടിക്സ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് വരുന്ന സമയത്ത് ഒരു 30% മാർക്കിനെയും ഡിസ്ട്രിബ്യൂട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ക്രിട്ടിക്സ് ക്വസ്റ്റ്യൻസിനെയാണ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ടുകളെയാണ്. ദെൻ നമ്മളൊരു കേസ് സ്റ്റഡീസ് അല്ലെങ്കിൽ കണ്ടംപററി എന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത അല്ലെങ്കിൽ മാർക്കിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 20% നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് അല്ലെങ്കിൽ ഒരു സിനാറിയോ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദെൻ ബ്ലോക്ക് വൈസിലേക്ക് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമ്മൾ കിടക്കുവാണെങ്കിൽ ബ്ലോക്ക് 1-നകത്ത് 25% മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ സാധ്യതയുള്ളത് ബ്ലോക്ക് 1-നകത്താണ്. ദെൻ ബ്ലോക്ക് 2-ലേക്ക് വരുന്ന സമയത്ത് 15% മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നു. ദെൻ ബ്ലോക്ക് 3യും ബ്ലോക്ക് 6ഉം 20 മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ 20% മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ദെൻ ബ്ലോക്ക് 5 എന്നത് 10% മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇതിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ കൂടെ നമ്മൾ പറയുന്നുണ്ട്. അതായത് ബ്ലോക്ക് വൈസ് ഉള്ള ഓരോ മാർക്കുകളുടെ വിഷ്വൽ റെപ്രസെന്റേഷൻ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഓരോന്നിന്റെയും പൈ ചാർട്ട് അതിന്റെ ഒരു വെയിറ്റേജ് അല്ലെങ്കിൽ എന്താണ് ഏത് രീതിയിലുള്ള അതിന്റെ ഓരോ ഭാഗങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പാറ്റേൺസിന് ഉണ്ടാവുന്ന അതിന്റെ ഒരു പെർസെന്റേജ് രീതിയിലുള്ള ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ കൂടെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും.
ദെൻ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ഭാഗം പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ ടൈപ്പുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഓരോ തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരു സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇതിനകത്ത് ഹൈലി റെലവെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ പറഞ്ഞു തന്നു. അതിനെ നമ്മൾ കൂടുതൽ നമ്മൾ എന്താണ് ഹൈ ഈൽഡ് ടോപ്പിക്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഭാഗങ്ങളെ പഠിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ കൃത്യമായിട്ട് ഉദാഹരണത്തിന് ഒരു ഡിപ്പെൻഡൻസി തിയറി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഗ്ലോബലൈസേഷൻ ഇതൊക്കെയാണ് ഹൈലി പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഭാഗങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ പഠിക്കുന്ന സമയത്ത് ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഈ ഒരു ആൻസർ ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗങ്ങളെ നിങ്ങൾ തയ്യാറായിരിക്കും. ഉദാഹരണം എസ്എ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ക്രിട്ടിക്സ് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഭാഗങ്ങളെ ഹൈലി പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഭാഗങ്ങളെ പഠിക്കുന്ന സമയത്ത് ഡിഫറെന്റ് ആംഗിളുകളിലൂടെ അതിനെ ആൻസർ ചെയ്യാൻ നിങ്ങളെ കഴിയുന്ന രീതിയിൽ നിങ്ങളെ തയ്യാറാക്കിയിരിക്കേണ്ടതുണ്ട്. ഓക്കെ, ദെൻ പറയുന്നത് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഓരോ യൂണിറ്റുകളെയും അല്ലെങ്കിൽ ബ്ലോക്കുകളെയും ഫോക്കസ് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ മാർക്ക് അലോക്കേഷനും ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 1-നകത്ത് യൂണിറ്റ് 1-നകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് സോഷ്യൽ ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. 6 തവണ ചോദിച്ചിട്ടുണ്ട് 20 മാർക്കിന്. ദെൻ യൂണിറ്റ് 4 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് 8 തവണ ചോദിച്ചിട്ടുണ്ട് 20 മാർക്കിന്റേത്. ദെൻ ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് ബ്ലോക്ക് 2 യൂണിറ്റ് 5-ല് ഗിഡൻസ് തിയറി ഓഫ് മോഡേണിറ്റി എന്ന് പറയുന്ന 5 തവണ ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് അതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 6 ലിബറൽ പെർസ്പെക്റ്റീവ് എന്ന ഭാഗത്ത് സ്ട്രീംസ് ഓഫ് ലിബറൽ തോട്ട് എന്നുള്ളത് 7 തവണയാണ് നമുക്ക് ചോദ്യം ആവർത്തിച്ചിട്ടുള്ളത് 20 മാർക്കിന്റേത്. ദെൻ ബ്ലോക്ക് 6 യൂണിറ്റ് 20-ൽ വരുന്ന സമയത്ത് ഗ്ലോബലൈസേഷൻ ഡയമെൻഷൻസ് എന്ന യൂണിറ്റിൽ നിന്നും കൾച്ചറൽ ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ ഉള്ളത് 6 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 20 മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അല്ലെങ്കിൽ 20 മാർക്കിനുള്ള ചോദ്യമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ദെൻ ബ്ലോക്ക് 8-ലേക്ക് വരുമ്പോൾ യൂണിറ്റ് 27 ഡാംസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ഡിബേറ്റ് ഓൺ ലാർജ് ഡാംസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നും 5 തവണ ചോദ്യം ഉണ്ടായിട്ടുണ്ട്. 20 മാർക്കിനാണ് ചോദ്യം ഉണ്ടായിട്ടുള്ളത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞാലും വളരെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏത് ഭാഗങ്ങളിൽ നിന്നാണുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതലായിട്ട് വളരെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ഭാഗങ്ങളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ദെൻ ഡിപ്പെൻഡൻസി തിയറി, സ്ട്രീംസ് ഓഫ് ലിബറൽ തോട്ട് എന്നീ ഭാഗങ്ങൾ വളരെ ഫ്രീക്വന്റഡ് ആയിട്ട് പല വേരിയേഷൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് നിന്ന് ചോദിച്ചിട്ടുണ്ട്. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ദെൻ ക്രിട്ടിക്സ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എന്ന രീതിയിലുള്ള നമുക്ക് ഈ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഭാഗങ്ങൾ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പൊ ഈ 3 നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് പഠിക്കാം. പിന്നെ മീഡിയം ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകളാണ് കൾച്ചറൽ ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ, മൈക്രോ പ്ലാനിങ് എന്നുള്ളത്. സോ ഇത് നമ്മളൊരു കണ്ടംപററി ലെവലിൽ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ കറന്റ് സീനിയറിയനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ മീഡിയം ഫ്രീക്വൻസി ടോപ്പിക്സുകളായിട്ടുള്ള ഇവ വന്നിട്ടുള്ളത്.
ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷിഫ്റ്റ് ഇൻ ഫോക്കസ് നമുക്ക് ഒന്ന് നമ്മൾ ഈ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മാറ്റങ്ങൾ കാണാൻ പറ്റുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും റീസെന്റ് ആയിട്ടുള്ള എക്സാമ്പിളിലെല്ലാം ഗ്ലോബലൈസേഷൻ ആവർത്തിച്ച് വരുന്നതായിട്ട് കാണും. അതുകൊണ്ട് തന്നെ ഗ്ലോബലൈസേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ദെൻ ജെൻഡർ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് തീംസ് എന്നുള്ളത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഇനി നമ്മളുടെ ഒരു സ്ട്രാറ്റജിക് റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ ഹൈ ഫ്രീക്വന്റ് ഏരിയാസ് എന്ന് പറയുന്നത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഹൈലി ഫ്രീക്വൻസി ഏരിയാസ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഡിപെൻഡൻസി തിയറി, സ്ട്രീംസ് ഓഫ് ലിബറൽ തോട്ട് മുതലായവയാണ് വളരെ ഡോമിനന്റ് ആയിട്ട് പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ള ഭാഗങ്ങൾ എന്നുള്ളതാണ്. ദെൻ ഗിഡൻസ് തിയറി ആൻഡ് ഗ്ലോബലൈസേഷൻ ടോപ്പിക്സ് എന്നുള്ളതും ഒരു മിഡ് ഫ്രീക്വൻസി ട്രെൻഡിലാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് കാണാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ദെൻ എസ്എ പ്രിപ്പറേഷൻസിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ ഒരു എസ്എ ക്വസ്റ്റ്യൻസിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പല പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളെ ഓരോ തിയറീസിനെയും മോഡൽസിനെയും പഠിക്കുവാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ അതിന് എക്സാമ്പിൾ ചെയ്യാൻ കൂടെ നിങ്ങൾ തയ്യാറാവുക. ദെൻ ക്രിട്ടിക്കൽ ആൻഡ് ആപ്ലിക്കേഷൻ സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരു തിയറി വരുന്ന സമയത്ത് തിയറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല തിയറിക്ക് ഉണ്ടായിരിക്കുന്ന ക്രിട്ടിക്സ് എന്താണെന്ന് കൂടെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരു മോഡലിംഗ് ഡെവലപ്മെന്റ് മോഡലിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്ലാനുകൾ പറയുന്ന സമയത്ത് അതിന്റെ വിമർശനം കൂടെ നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയാൽ മാത്രമേ ക്രിട്ടിക്കൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ദെൻ നമ്മൾ ഇത് തന്നിരിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ റിക്വയറിംഗ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണ് ഉള്ളത് എന്നതിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഇത് അതിന്റെ ഒരു ബാർ ചാർട്ടിന്റെ ഒരു പ്രസന്റേഷൻ ആണ് തന്നിരിക്കുന്നത്. ദെൻ ഈ ഭാഗം വന്നിരിക്കുന്നത് ഒരു പൈ ചാർട്ടിന്റെ പ്രസന്റേഷൻ ആണ്. ഇത് തന്നിരിക്കുന്നത് നമ്മുടെ ഓരോ ബ്ലോക്ക് വൈസ് നമ്മൾ ഏതൊക്കെ മേഖലകൾ ഓരോ ബ്ലോക്കുകളിൽ നിന്നും എത്രമാത്രം ചോദ്യങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു പെർസെന്റേജ് രൂപത്തിലുള്ള ഒരു പ്രസന്റേഷൻ ആണ് നമ്മൾ ഇതിനകത്ത് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ബ്ലോക്ക് 1, ബ്ലോക്ക് 3 എന്നുള്ളത് 22.2% നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് ബ്ലോക്ക് 1-ൽ നിന്നും ബ്ലോക്ക് 3-ൽ നിന്നും ആണ്. ദെൻ നമുക്ക് ഇത്തവണ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ടോപ്പിക് പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രെഡിക്ഷൻ അനാലിസിസിൽ വരുന്ന ഭാഗം എന്ന് പറയുന്നത് നമുക്കൊരു ടോപ്പിക് ഭാഗം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ടോപ്പിക് പ്രോബിലിറ്റി അല്ലെങ്കിൽ പ്രഡിക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ബ്ലോക്ക് 1-നകത്ത് യൂണിറ്റ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. അത് പറയുന്നത് പ്രധാനമായിട്ട് യൂണിറ്റ് 4-നകത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ടോപ്പിക് കോൺസെപ്റ്റ് ആൻഡ് ക്രിറ്റിസിസംസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. ഹൈലി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ വരുന്ന ഭാഗമാണ് യൂണിറ്റ് 1 ഡെവലപ്മെന്റ് ആൻഡ് പ്രോഗ്രസ് എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡയമെൻഷൻസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ഹൈലി പ്രോബബിലിറ്റി ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് നമ്മളുടെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് കൂടുതൽ സാധ്യതയുള്ള ബ്ലോക്ക് 1-ലുള്ള ഭാഗമാണിത്. ദെൻ ബ്ലോക്ക് 2-ലേക്ക് വരുമ്പോൾ യൂണിറ്റ് 6 ലിബറൽ പെർസ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെന്റ് എന്നുള്ള പറയുന്ന ഭാഗം യൂണിറ്റില് സ്ട്രീംസ് ഓഫ് ലിബറൽ തോട്ട് എന്ന് പറയുന്നത് ഹൈലി പ്രോബബിലിറ്റി, അതായത് കൂടുതൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള പാഠഭാഗമാണ്. കൂടുതൽ ഫോക്കസ് ചെയ്ത് കൊടുക്കേണ്ട ഭാഗങ്ങളിൽ ഒന്നാണ്. ദെൻ യൂണിറ്റ് 5 മോഡേണൈസേഷൻ ഗിഡൻസ് തിയറി ഓഫ് മോഡേണിറ്റി എന്ന് പറയുന്ന ഭാഗം മീഡിയം ചാൻസ് ആണ്. നമുക്കൊരു 50-50 ചാൻസസിൽ കൊടുക്കാവുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോക്കസ് പഠിക്കേണ്ട ഭാഗങ്ങളിൽ ഒന്ന് തന്നെയാണ്, ഒഴിച്ചുകൂടാൻ പറ്റില്ല. ദെൻ നമ്മൾ ബ്ലോക്ക് 3-ലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് 9 ഡിപെൻഡൻസി തിയറി ഫീച്ചേഴ്സ് ആൻഡ് ക്രിറ്റിക്സ് ഓഫ് ഡിപെൻഡൻസി തിയറി എന്ന് പറയുന്നത് ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തവണയും നമുക്ക് ഈ ചോദ്യത്തിന് ഈ ഒരു ഭാഗം പ്രതീക്ഷിക്കാം. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 12 മൈക്രോ പ്ലാനിംഗ് എന്ന് പറയുന്നതിനകത്ത് പ്രോസസ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് മൈക്രോ പ്ലാനിംഗ് എന്ന് പറയുന്നത് മീഡിയം ചാൻസസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത. Then block 6 unit 20 globalization dimensions cultural dimensions of globalization എന്ന് പറയുന്ന ഭാഗം highly predicted ആണ്. ഇത്തവണയും നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. Then unit 22 globalization and indigenous knowledge എന്ന ഭാഗത്ത് implications of TRIPS എന്ന് പറയുന്ന ഭാഗം medium level of choices medium level of prediction ആണ് നമ്മൾ നടത്തുന്നത്. ഇത്തവണയും നമുക്ക് 50-50 ഒരു ചാൻസസ് നമുക്ക് ഈ ഒരു ഭാഗം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. Then block 8 എന്ന് പറയുന്നത് യൂണിറ്റ് 27 ഡാംസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന യൂണിറ്റിനകത്ത്
നിന്നും ഡിബേറ്റ് ഓൺ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ലാർജ് ഡാംസ് എന്ന ഭാഗത്ത് നിന്ന് നമുക്കൊരു മീഡിയം ലെവലിലുള്ള പ്രഡിക്ഷൻ ആണ് ഉണ്ടാവാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ മീഡിയം ലെവലിൽ നിന്നാണ് നമ്മളൊരു പ്രോബബിലിറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഒഴിച്ചുകൂടാനായിട്ട് സാധിക്കുകയില്ല. ഇത് നമ്മൾ ഹൈലി പ്രോബബിലിറ്റി ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സ്ട്രീംസ് ഓഫ് ലിബറൽ തോട്ട്, ഡിപ്പെൻഡൻസി തിയറി, then social and human dimensions of development, cultural dimensions of globalization. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹൈലി പ്രോബബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ പഠിക്കുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറിസ്റ്റുകൾ, തിങ്കേഴ്സ് ആരൊക്കെയാണ്, ഇതിന്റെ ഡിഫറെന്റ് ആംഗിളിൽ നിന്നുള്ള പേഴ്സ്പെക്റ്റീവ്സ് കൂടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് കൂടുതൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ, കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ മീഡിയം പ്രോബബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്കുകളാണ് ഗിഡൻസ് തിയറി ഓഫ് മോഡേണിറ്റി, മൈക്രോ പ്ലാനിംഗ് പ്രോസസ്, ഡിബേറ്റ് ഓൺ ലാർജ് ഡാംസ്, ഇംപ്ലിക്കേഷൻസ് ഓഫ് ട്രിപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവയെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾ കോൺസെപ്റ്റുകൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ നിങ്ങൾ ഷോർട്ട് നോട്ടിലേക്ക് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിസൈസ് ഇതിന്റെ സമ്മറീസ് എഴുതി പഠിക്കുവാനായിട്ട് അല്ലെങ്കിൽ സമ്മറീസ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ലോ പ്രോബബിലിറ്റിയിൽ വരുന്ന മറ്റു ടോപ്പിക്കുകളാണ് എക്കനോ ഡെവലപ്മെന്റ്, കമ്പാരിറ്റീവ് എക്സ്പീരിയൻസ് സിംഹാവ എന്നുള്ളത്. അപ്പൊ ഇതൊരു ലോ പ്രോബബിലിറ്റി ആണ്, നമുക്ക് വരില്ല എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ എന്നാലും നമ്മളത് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മിനിമം ടൈം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കൊടുക്കേണ്ടതുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇതിനെ തന്നെ കൃത്യമായിട്ട് നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക കൂടെയാണ് വേണ്ടത്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈലി പ്രോബബിലിറ്റി ആയിട്ട് ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്, ലോ പ്രോബബിലിറ്റി ഏതാണ്, മീഡിയം പ്രോബബിലിറ്റി എന്ന രീതിയിലുള്ളതിന്റെ ഒരു വിഷ്വൽ പ്രസന്റേഷൻ ആണ് നമ്മൾ ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ദെൻ നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് 2024 ഡിസംബറിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമുക്ക് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ നൽകുന്നത്. നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് 100 മാർക്കിന്റെ 3 മണിക്കൂറിലുള്ള ചോദ്യമാണ്. 3 മണിക്കൂറിനുള്ള പരീക്ഷയാണ് നമുക്ക് ഉണ്ടാവുന്നത്. ക്വസ്റ്റ്യൻസിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ചോദ്യങ്ങളാണ് നമുക്ക് എഴുതാനുണ്ടാവുക, 500 വേർഡ്സിന്റേത്. അതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് 5 ചോദ്യങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. എല്ലാ ചോദ്യങ്ങൾക്കും ഈക്വൽ മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. അറ്റ്ലീസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യന്റെ മറ്റൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത് 2 സെക്ഷൻ എന്ന രീതിയിലായിരിക്കും തന്നിരിക്കുക. അതായത് സെക്ഷൻ 1, സെക്ഷൻ 2 എന്നുള്ളതാണ്. ഇതിന്റെ അകത്തു നിന്ന് ആദ്യത്തേതിൽ 2 സെക്ഷനുകളിൽ നിന്നും 2 ചോദ്യങ്ങൾ വീതം തിരഞ്ഞെടുക്കുകയും അവസാന ചോദ്യം നിങ്ങൾക്ക് ചോയ്സ് ആയിട്ട് നിന്ന് തിരഞ്ഞെടുക്കാനും സാധിക്കും. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുവാണെങ്കിൽ സെക്ഷൻ 1 എന്ന ചോദ്യത്തിനകത്ത് നമ്മൾ കാണുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും വേണം. അറ്റ് ദ സെയിം ടൈം അതിന്റെ കണ്ടംപററി റെലവൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആഗോളതലത്തിലുള്ള അതിന്റെ കണ്ടംപററി റെലവൻസിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനുമാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സാമിൻ സ്ട്രീംസ് ഓഫ് ലിബറൽ തോട്ട് ഓൺ ഡെവലപ്മെന്റ് ഫോക്കസിംഗ് ഓൺ the evolution of the liberal state and its response to social inequality എന്നുള്ളതാണ്. അതായത് ലിബറൽ പെർസ്പെക്റ്റീവ് ഓഫ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു ലിബറൽ പെർസ്പെക്റ്റീവ് ആണ് അവരെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഇവല്യൂഷനും ലിബറൽ പെർസ്പെക്റ്റീവ്, ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്, അതായത് ലിബറൽ സ്റ്റേറ്റ് എങ്ങനെയാണ്, അതിന്റെ റെസ്പോൺസ് എങ്ങനെയാണ് സോഷ്യൽ ഇൻഇക്വാളിറ്റിയിലേക്ക് അതിനെ ലീഡ് ചെയ്യുന്നുണ്ടോ മുതലായ കാര്യങ്ങളെ കൂടെ എല്ലാം എക്സാമിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിനെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് വേണം ഈ ഒരു ആൻസർ എഴുതാൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഗിഡൻസ് തിയറിയുടെ അനാലിസിസ് ആണ് ചോദിക്കുന്നത്. മോഡേണിറ്റി, ഗിഡൻസ് തിയറി ഓഫ് മോഡേണിറ്റി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മോഡേണൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്നുള്ളതാണ്. അതായത് ആന്റണി ഗിഡൻസിന്റെ മോഡേണിറ്റി തിയറിയെ ഗ്ലോബലൈസേഷന്റെ പെർസ്പെക്റ്റീവ് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസ്കസ് ചെയ്യാനാണ് ചോദ്യം, വിത്ത് എക്സാമ്പിൾ എന്നുള്ളതാണ്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്ന സമയത്ത്
ഡിപെൻഡൻസി തിയറിയുടെ സാലിയൻ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്, ഡിപെൻഡൻസി തിയറി എന്താണെന്നുള്ളതാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തേർഡ് വേൾഡ് കൺട്രീസിലേക്ക് വരുന്ന സമയത്ത് ഡിപെൻഡൻസി തിയറിയുടെ റെലവൻസ് എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ദെൻ ഫിഫ്ത് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ക്രിട്ടിക്കലി എക്സാമിൻ ദ ജെൻഡർ പെർസ്പെക്ടീവ് ഓൺ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ വിത്ത് റെഫറൻസ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടീസ് ആൻഡ് പോളിസി ഫ്രെയിംവർക്സ്. അതായത് ഇന്ത്യയിൽ വന്നിട്ടുള്ള, ഇന്ത്യ നടപ്പിലാക്കിയിട്ടുള്ള ജെൻഡർ പെർസ്പെക്ടീവ് ഓഫ് ഡെവലപ്മെന്റിലുള്ള ഇന്ത്യൻ ജെൻഡർ പെർസ്പെക്ടീവ് എന്താണെന്നാണ് എഴുതാൻ പറയുന്നത്. വിത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടീസ്, ഭരണഘടന ഉറപ്പാക്കുന്ന നമ്മുടെ ലീഗലി വന്നിട്ടുള്ള കാര്യങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ആൻസർ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ ആൻസർ എന്ന് പറയുന്നത് ക്രിട്ടിക്കലി വിമർശനാത്മകമായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ പോസിറ്റീവ് വശങ്ങളല്ല നെഗറ്റീവ് വശങ്ങളാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ദെൻ സെക്ഷൻ 2ലേക്ക് വരുന്ന സമയത്ത് ഇവാലുവേറ്റ് ദ കൾച്ചറൽ ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ എംഫസൈസിംഗ് ദെയർ ഇമ്പാക്ട് ഓൺ ഐഡന്റിറ്റി, കൾച്ചർ ആൻഡ് സോഷ്യൽ കൊഹേഷൻ. ഇത് അടുത്തൊരു പറയുന്നത് ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കൾച്ചറലി വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നുള്ള അഡ്രസ്സ് ചെയ്യാനാണ് ചോദ്യം. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഡിസ്കസ് ദ പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് ടു ദ മാനേജ്മെന്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നെക്സ്റ്റ് പറയുന്നത് നമ്മളുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ടുള്ള ചോദ്യമാണ്. ഇതിനകത്ത് മാനേജ്മെന്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ, അതായത് പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നാച്ചുറൽ റിസോഴ്സസിലും അതിന്റെ ഇംപ്ലിക്കേഷൻസും എപ്രകാരം വരുന്നു എന്നുള്ള ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് നമ്മുടെ ചോദ്യം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എക്സാമിൻ ദ ഇമ്പാക്ട് ഓഫ് എക്കണോമിക് റിഫോംസ് ഇൻ ഇന്ത്യ സിൻസ് 1990s ഓൺ ദ സോഷ്യൽ സെക്ടർ, ഹൈലൈറ്റ് ദ റോൾ ഓഫ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതായത് ഇന്ത്യയിൽ വന്നിട്ടുള്ള സാമ്പത്തിക പരിഷ്കാര നിയമത്തിന്റെ സാമ്പത്തിക പരിഷ്കരണം 1990 ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പരിഷ്കരണത്തിലുണ്ടായിട്ടുള്ള സോഷ്യൽ സെക്ടറിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കീബോർഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ. ഈ 3 ഘടകങ്ങൾ ഉൾപ്പെടുത്തി വേണം നമ്മൾ ഈ ആൻസർ ഫുൾ ചെയ്യാനായിട്ട്. ദെൻ നമ്മളുടെ 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രീൻ പീസ് മൂവ്മെന്റ് എന്താണ്, അത് നമ്മൾ കണ്ടംപററി വേൾഡിലേക്ക് വരുന്ന സമയത്ത് അതിൽ ഉണ്ടാവുന്ന റെലവൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. ദെൻ ഡിസ്കസ് ദ എമർജൻസ് ഓഫ് സോഷ്യൽ നാഷണലിസം. ബ്രസീലിൽ ഉണ്ടായിട്ടുള്ള എക്കണോമിക് നാഷണലിസം എന്താണ്, ബ്രസീലിയൻ എക്കണോമിക് നാഷണലിസം എന്താണ്, ദെൻ ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ് ഓഫ് ഗ്ലോബൽ എക്കണോമിക് റിലേഷൻസ് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഇന്ന് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ട് 3 പോയിന്റ് ഫോക്കസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി PYQന്റെ ബേസിൽ നിന്നുകൊണ്ടാണ്. സോ നിങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഫോക്കസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നതിനുള്ള ഒരു സ്പേസ് ആണ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.